മലയാള സിനിമ ഗാനശാഖയ്ക്ക് ശ്രീ ജയചന്ദ്രൻ സംഭാവന ചെയ്തിട്ടുള്ള പാട്ടുകൾ നിരവധിയാണ്. നിരവധി പ്രശസ്തരായ സംഗീത സംവിധായകരുടെ കീഴിൽ ജയേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ് നമ്മുടെ അടുത്ത അതിഥി. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. അർജുനൻ മാസ്റ്റർ എന്ന് ഞങ്ങളെല്ലാം വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടർ ശ്രീ അർജുനൻ. യദുകുല രതിദേവൻ എവിടെ, അതല്ലേ മാസ്റ്റർ ആദ്യം ജയേട്ടൻ പാടുന്ന പാട്ട്? റെസ്റ്റ് ഹൗസിൽ KP കൊട്ടാരക്കാരൻ മാസ്റ്റർ മലയാളത്തിൽ ചെയ്യുന്നതും ആദ്യകാല ചിത്രങ്ങൾ തന്നെയല്ലേ അത്, അല്ലേ? മറ്റേ കറുത്തപർണ്ണ ആദ്യം ചെയ്യുന്നത് അല്ല, അത് കഴിഞ്ഞിട്ടും പിന്നെ അതിനുശേഷം ഒരു പടം ചെയ്തായിരുന്നു, അത് പുറത്തു വന്നില്ല, പിന്നീട് വന്നായിരുന്നു. പിന്നീട് മൂന്നാമത്തെ പടമാണ് റെസ്റ്റ് ഹൗസ്. ഞാൻ പറഞ്ഞു ആദ്യകാല സിനിമയിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ ജേട്ടൻ പാടുകയും ചെയ്തു അല്ലേ? പിന്നീട് നിരവധി പാട്ടുകൾ മാസ്റ്റർ ഒത്തിരി എന്താണ് ഈ ഗായകന് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത, മാസ്റ്റർക്ക് തോന്നിയിട്ടുള്ള ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് ഈ ശിഷ്യന് മാത്രം കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണം. അക്ഷരങ്ങൾ പറയുന്നതിലും ആ രാഗത്തിൻ്റെതായ ഭാവം പോകാതെ പാടുന്നൊരു പാട്ടുകാരനാണ്. അതിനുശേഷം ഒത്തിരി പടങ്ങളിൽ പാടിയിട്ടുണ്ട്. പാട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പാട്ട്, പിന്നെ പിക്നിക്കിലൊക്കെ പാടി. റെസ്റ്റ് ഹൗസിൽ പിന്നെ യദുകുല രതിദേവൻ കൂടാണ്ട് വേറെ പാടിയിട്ടുണ്ട്. പിന്നെ ഈ മുത്തുകിലിങ്ങി അജ്ഞാതവാസം, അത് അജ്ഞാതവാസം. അത് അജ്ഞാതവാസം. എനിക്ക് പടത്തിൻ്റെ പാട്ട് ഓർമ്മ വരുന്നില്ല. മാസ്റ്റർ ഈ സംഗീത സംവിധായകരിൽ ഏറ്റവും ശാന്തനായ ഒരു മനുഷ്യനാണ്. അയ്യോ, ശാന്തതയുടെ പര്യായമാണ് മാസ്റ്റർ. ഈ അന്നൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന രീതിയെ പറ്റി ചേട്ടൻ നേരത്തെ പറയുമായിരുന്നു. ഇന്നത്തെ പോലെ ഇപ്പോൾ ട്രാക്ക് പാടി അന്ന് പാടുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡിയോനകത്ത് എല്ലാം ഓർക്കസ്ട്ര ഉണ്ടാവും. ആദ്യം കമ്പനിയിൽ സ്റ്റുഡിയോയിലല്ല, ആദ്യം ഈ പാടി പ്രൊഡ്യൂസറുടെ വീട്ടിൽ പ്രൊഡ്യൂസറുടെ ഓഫീസിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യും. അതിനകത്ത് പോയി പ്രാക്ടീസ് ചെയ്ത് നമ്മളവിടെ പോയി ദിവസം 1-2 ദിവസം പോയി പ്രാക്ടീസ് ചെയ്ത് വിളിച്ചിട്ട് നമ്മളവിടെ പോയി പ്രാക്ടീസ് ചെയ്ത് മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ ഒരു തബല ഉണ്ടാവും, ഹാർമോണിയം ഉണ്ടാവും, വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് അത്രേ ഉള്ളൂ, എന്നിട്ടേ പോവുള്ളൂ സ്റ്റുഡിയോയിലേക്ക്. എന്നൊക്കെ പിന്നീട് അത് പ്രാക്ടീസിൻ്റെ കാര്യങ്ങളില്ലാതെ വന്നു. ഇപ്പോൾ പാട്ട് ജയന ഓഫീസ് എവിടെ കമ്പോസ് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് പഠിപ്പിക്കും. യേശുദാസിനെ വീട്ടിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീടത് പാടാൻ വരുന്നത് സ്റ്റുഡിയോ. അതെ. അപ്പോൾ ഓർക്കസ്ട്രക്കാർ 7 മണിക്ക് 7 to 9 അല്ലെങ്കിൽ 7 to 1 എന്ന കോൾ ഷീറ്റ് കിട്ടിയാൽ 7 മണിക്ക് ഓർക്കസ്ട്രക്കാർ വരും. അവർ വന്ന് 2 മണിക്കൂർ കൊണ്ട് നോട്ട്സ് കൊടുത്ത് അത് പ്രാക്ടീസ് ചെയ്യും. അപ്പോഴത്തേക്കും പാട്ടുകാർ അവിടെ വരും, പാട്ട് എഴുതിയെടുത്ത് പാട്ട് പഠിപ്പിക്കും. ആ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ ഓർക്കസ്ട്രയുടെ കൂടെ ഒരു റിഹേഴ്സൽ. ആ റിഹേഴ്സൽ കഴിഞ്ഞാൽ ബാലൻസിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 പ്രാവശ്യം പാടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പാട്ടിന് എങ്ങനെ പോയാലും 3-3.5 മണിക്കൂർ പാട്ടുകാർക്കും പാടാനും അവർ തമ്മിലൊരു ധാരണയിലെത്താൻ വളരെ സൗകര്യങ്ങളുണ്ടായിരുന്നു. അത് പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ അന്ന് നമ്മൾ ഒന്നിച്ചെല്ലാം നിന്നിട്ട് ഇപ്പോൾ മ്യൂസിക് ഇപ്പോൾ ഡ്യൂറ്റൊക്കെ തന്നെ പാടുന്നപ്പോൾ ജാനകിയമ്മയായാലും വാണിയമ്മയായാലും മറ്റേ സുശീലാമ്മയാലും ഒന്നിച്ച് നിന്നല്ലേ പാടുന്നത്. ഒന്നിച്ചു ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മളൊന്ന് പാടി നമ്മുടെ പാട്ട് എങ്ങനത്താണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. ഡ്യുവറ്റാണോന്ന് ഫുൾ പാടിയിട്ട് പോകുമ്പോൾ അത് തന്നെ ഒരു കഷ്ടം പീസായിട്ട് എടുത്ത് 2 മെയിൽ ഫീമെയിലായിട്ട് എങ്ങനെ എടുക്കും. അപ്പം അങ്ങനെയാണ് അറിയാം, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അന്ന് കിട്ടുന്നൊരു സുഖം ഇപ്പോഴത്തെ പാട്ടിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം 3 മണിക്കൂർ 3.5 മണിക്കൂറാണ് അതിനകത്തുള്ള എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ശ്രമമല്ലേ. ഇന്നിപ്പോൾ അങ്ങനെയല്ലോ. ഇത്രയും 3-3.5 മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താലും പാടിയാലും ആ കാലത്ത് ഒരാളൊരു സ്വരം തെറ്റിച്ചാൽ ആദ്യം മുതൽ വരും. അതിപ്പോൾ പാടുന്ന ആൾ തെറ്റിയാൽ പാടണം, ഫ്ലൂട്ടുകാരൻ തെറ്റിയാൽ പാടണം,
തബലക്കാരൻ തെറ്റിയ പാടണം, ഇതെല്ലാം ആദ്യം പോലെ വരണം. അത്രയും പ്രാക്ടീസ് തരാം നമുക്ക്, അത്രയും പ്രാക്ടീസ് ഉണ്ട്. ഈ ആദ്യം പോലെ വരുമ്പോൾ അത്രയും പാടി പാടി നമ്മൾ പ്രാക്ടീസ് കിട്ടുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒരു വരി തെറ്റിയാൽ അവിടെ കുത്താം, ശ്രുതി പോയാൽ ശ്രുതി ചേർക്കാം. അങ്ങനെ ഗായകനോ ഗായികയ്ക്ക് ശ്രുതി പോയാൽ ശ്രുതി ചേർക്കാം അന്നത്തെ രീതി. അല്ല, ഒരുപക്ഷെ ഇപ്പോൾ ജയേട്ടൻ ഏറ്റവും നന്നായി പാടിയൊരു ടേക്കിൽ അതിൻ്റെ അവസാനം ഏതെങ്കിലും ഒരു മ്യൂസീഷ്യൻ തെറ്റിക്കുകയാണെങ്കിൽ നമുക്കപ്പോൾ ചിലപ്പോൾ ഒരു നല്ല ടേക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നല്ലതല്ലേ ഏറ്റവും. അങ്ങനെയല്ല, അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ വരുന്ന ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പാടാതിരിക്കാൻ നിവൃത്തിയില്ല. അന്നത്തെ സിസ്റ്റം അതാണ്. ഇന്നിപ്പോൾ ഒരു പാട്ട് ട്രാക്ക് പാടാൻ വന്ന കൂടി വന്ന ഒരു അരമണിക്കൂർ എടുക്കില്ല, പാട്ട് തീർന്നു, പാട്ട് പാടി പോവുകയാണ്. പണ്ട് പാടുമ്പോൾ ഒരു ദിവസം ഒരു പാട്ടുകാരനോ പിന്നെ ഗായികയായാലും ശരി ഗായകനായാലും ശരി മാക്സിമം 3 പാട്ട് ഒരു ദിവസം പാടാം. മാക്സിമം അത് വളരെയധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. രാത്രി 10, 11, 12 മണി വരെ ഇരുന്നാൽ 3 പാട്ട് പാടാം. ഇന്ന് അതേസമയം 15 പാട്ട് പാടിയ മഹാന്മാരുടെ കൂടെ. അപ്പോൾ അതിനകത്ത് എന്തോരം ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല എന്ന് വെച്ച് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാടോടുമ്പോൾ നടുവോട് പഴയ കാലം പറഞ്ഞെന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടില്ല, അത് കിട്ടില്ല. അന്ന് കമ്പോസിംഗും അങ്ങനെ തന്നെയല്ലേ മാസ്റ്റർ, ആദ്യം പാട്ട് കിട്ടിയിട്ടില്ല, അത് എത്രയോ ട്യൂൺ ഇടണം. ഞാൻ 9, 10 ട്യൂൺ വരെ ഒരു കവിതക്ക്. ഏത് പാട്ടാണെന്ന് ഓർക്കുന്നുണ്ട്? പാട്ട് എത്ര പാട്ടുകളാണ് മാഷാമാർ? ഒരുപാടുണ്ട്. അതിൽ അവസാനം കിട്ടിയ പാട്ട് വാൽക്കണ്ണ എഴുതി. വാൽക്കണ്ണ എഴുതി അന്വേഷണം ചോദിച്ചു. അവസാനം ഈ വാൽക്കണ്ണ എഴുതി മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഒരു നിവൃത്തിയില്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ടെസ്റ്റ് വെക്കാം. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഇതിൽ ഒരു 10-12 പിള്ളേരുണ്ട്, അവരൊക്കെ വിളിക്കാൻ പറഞ്ഞു. അവരെ വിളിച്ച് ഈ വിവരമൊന്നും പറഞ്ഞില്ല, ഇത് മത്സരമൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പാടി, അവർ കേട്ടു. സാർ നല്ല ഇருக்கு സാർ, നല്ല ഇருக்கு സാർ, നല്ല ഇருக்கு. അപ്പോൾ നമ്മൾ ശശികുമാർ സാറ് പറയണം, എന്നാലും നമുക്കൊന്നുകൂടി നോക്കിക്കൂടെ? അങ്ങനെ വന്ന പാട്ടാണ്. അങ്ങനെ പല പാട്ടുകളുണ്ട്. എല്ലാം തന്നെ നല്ലതിന് തന്നെ ആയിട്ടുള്ള ഒരു ശ്രമങ്ങളുണ്ടായിരുന്നു. പിക്നിക്കിൽ തന്നെയല്ലേ ശില്പികൾ നമ്മൾ അത് ചേട്ടനല്ലേ പാട്ടിനനുസരിച്ചുള്ള ട്യൂണുകൾ പറഞ്ഞുതരാൻ സമയമുണ്ട് നമുക്ക്. പാട്ട് മ്യൂസിക് ഡയറക്ടർക്ക് പറഞ്ഞുതരാൻ, പാട്ടുകാരനെ പഠിപ്പിക്കാനുള്ള സമയം ഇഷ്ടംപോലെ ഉണ്ടെന്നേ. ഒരുപാട് സമയം കിട്ടുന്നുണ്ട് പാടി കറക്റ്റ് ചെയ്യിക്കാനും. നല്ല സമയം അന്ന് ഒരുപാടുണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുക, പാട്ട് കേൾക്കുക, എടുക്കുക, അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഇതാണ്. കവിത ഇപ്പോൾ എഴുതിയിട്ടില്ല. അവർ ഈ കമ്പോസ് ചെയ്ത പാട്ടിന് ലിറിക്സ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അക്ഷരം വരും. അപ്പം ഇതേപോലെ പോയിട്ട് അക്ഷരം. റെക്കോർഡിങ്ങിന് ഇപ്പോൾ കവിത വേണമെന്നില്ല, ഇല്ല, ട്യൂൺ മൂളിയിട്ട് ഇത്രയും സൗകര്യം ഇനി എന്ത് വേണം? അതെ, പുതിയ തലമുറയിൽപ്പെട്ട സംഗീത സംവിധായകരുണ്ടല്ലോ മാസ്റ്റർ, അവർ ശരിക്കും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുള്ളവരുണ്ട്, അഭ്യസിക്കാതെ വന്ന് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ട് ഇങ്ങനെ പറ്റുമായിരിക്കുമോ? ഈ ഒരു കവിത എഴുതി കൊടുത്താൽ അവർക്ക് അതുപോലെ ആ കവിതയ്ക്കനുസരിച്ച് ട്യൂൺ ചെയ്യാൻ പറ്റുമോ? ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. അതിന് ടേസ്റ്റുള്ള പിള്ളേർക്കല്ലേ വരാനൊക്കെ ഉള്ളൂ. അതല്ല, ഈ മാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ട് അതിനൊരു ഒരു ട്യൂണങ്ങ് ഉണ്ടാക്കുകയാണ്, പിന്നെ അത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് വരികൾ എഴുതേണ്ട ബാധ്യത കവിത എഴുതുന്ന ആൾക്കാണ്. അപ്പോഴാണ് ഈ കവിതയ്ക്ക് അർത്ഥമില്ല, ഇങ്ങനെ കുറേ വാക്കുകൾ വാരി വെതറിയതാണ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറ്റപ്പെടുത്തൽ വരുന്നതും അതിൽ നിന്നാണ്. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഞാൻ ചോദിക്കണം, മാസ്റ്ററുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നുണ്ട്, അവർക്ക് ഒരു കവിത കൊടുത്താൽ ആ കവിതയ്ക്കനുസരിച്ച് ട്യൂൺ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരിക്കുമോ? അത് ശീലിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ശീലിച്ചവർക്ക് പ്രശ്നമല്ല, ശീലിക്കാത്തത് കൊണ്ടാണല്ലോ അവർ ലാലാല കൊടുക്കുന്നത്. നമ്മുടെ പിന്നെ പ്രൊഡ്യൂസറിനും അത് മതിയായിരുന്നു, ഡയറക്ടർക്കും അത് മതിയായിരുന്നു, കാസറ്റ് കമ്പനിക്കും അത് തന്നെ മതി. അതെ, അവർക്ക് വന്ന ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ
ഒരു പടത്തിനൊക്കെ പിന്നെ 15 ദിവസം, ഒരു മാസം, 1.5 മാസം വരെ ഇരുന്ന് ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവർ പറയുന്നത് 3 സിറ്റിംഗ്. അതെ അതെ, 3 സിറ്റിങ്ങിനകത്ത് എത്ര പാട്ടുണ്ട് അത് മുഴുവൻ അത് തീർന്നിരിക്കണം. ഈ 3ാമത്തെ 4ാമത്തെ സിറ്റിങ്ങിന് വരാൻ പറ്റില്ല, അങ്ങനെ വേറെ സ്ഥലത്ത് പോകണം. അപ്പോൾ ഈ 3 സിറ്റിങ് കൊണ്ടിട്ട് 4 പാട്ടുണ്ടെങ്കിൽ ആ 4 പാട്ട് തീർത്തിരിക്കണം. കവിത വരുമ്പോഴേ പാട്ടിൻ്റെ ഭാവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ട്യൂണിൻ്റെ ഭാവം കേട്ട് കവിത എഴുതാമെന്ന് പറഞ്ഞാൽ അത് എഴുതുന്ന ആളോട് ചോദിക്കണം എങ്ങനെയാണ് അയാളുടെ സൗകര്യം, നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കഥയ്ക്കനുസൃതമായ ഒരു സിറ്റുവേഷനിൽ ഒരു കവിത ഉണ്ടാവുകയും ആ കവിതയ്ക്കനുസരിച്ച് ട്യൂൺ ഉണ്ടാവുകയും ചെയ്യുന്നത് തന്നെയാണ്. അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. നല്ലത് അത് തന്നെയാണ്. ഇപ്പം നല്ല കവിത നമ്മൾ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ട്യൂണിങ്ങാണ്, ഈ പിന്നെ ട്യൂൺ കൊടുത്തുള്ള സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. മാസ്റ്റർ ഇത്രയും കാലം ജയേട്ടൻ്റെ പാട്ടുകൾ കേട്ടതിൽ നിന്ന് പെട്ടെന്ന് ജയചന്ദ്രൻ ഒരു ഗാനം എന്ന് പറഞ്ഞാൽ മാസ്റ്റർക്ക് ഓർമ്മ വരുന്ന പാട്ട് ഏതായിരിക്കും? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതുകുലരുത്, പിന്നെ നിൻമണി അറിയില്ലേ, നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഓർമ്മ വരും. അതൊന്ന് പാടല്ലേ, രണ്ടുപേർക്കും കൂടെ പാടാം. എനിക്ക് അക്ഷരമൊന്നും ഓർമ്മയില്ല, ട്യൂൺ ഓർമ്മയില്ല. മക്കൾ പാടാൻ. മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൽമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുല്ലപ്പൂമാലയുമായി മലയാള സിനിമയിലേക്ക് വന്ന നമ്മുടെ പ്രിയ ഗായകനായ ജയചന്ദ്രനോടൊപ്പം അടുത്തതായി ഈ വേദി പങ്കിടാനെത്തുന്നത് പുതിയ തലമുറയിലെ ശ്രദ്ധേയയായ ഗായിക ഗായത്രി. ഇന്ന് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയയായ ഗായിക വന്നിരിക്കുന്നത് ആരുടെ കൂടെയാണെന്നറിയാമോ? ഈ ഗായിക ജനിക്കുന്നതിന് മുമ്പേ ഗായകനായ പ്രശസ്തനായ ഗായകനോടൊപ്പമാണ്. എന്ത് തോന്നുന്നു അങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ പാട്ടുകാരനായിരുന്ന ഒരാളുടെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്? കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് വരാൻ പറ്റിയല്ലോ എന്നുള്ള ഭാഗ്യം, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നുന്നത്. ജേട്ടൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നത് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ടേ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതെ, ഡെഫിനറ്റ്ലി. പിന്നെ അതിനെക്കാട്ടും അപ്പുറം ഞാൻ സിനിമയിലൊക്കെ പാടുന്നതിന് മുമ്പേ എനിക്ക് സാറിനെ പരിചയമുണ്ട്. സാർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഞാൻ അന്ന് സ്റ്റുഡൻ്റാണ്. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സാറ് കണ്ണ് കാണിക്കാൻ വന്നത്, എൻ്റെ അമ്മ ഡോക്ടറാണ്. അങ്ങനെ കോയിൻസിഡൻ്റലായിട്ട് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുമാതിരി ഒരു ഹിന്ദി ഭജൻ പാടി കേൾപ്പിച്ചപ്പോൾ സാറ് പറഞ്ഞു ഹിന്ദുസ്ഥാനി ഫ്ലേവർ ഉണ്ട് സിംഗിങ്ങിൽ. ഞാൻ ഹിന്ദുസ്ഥാനി പഠിച്ചു തുടങ്ങിയിട്ടും കൂടി ഇല്ല അപ്പം. അപ്പോൾ സാറാണ് ഈ ഐഡിയ പറഞ്ഞു തന്നെ എന്നെ പോയി പഠിക്കൂ നോർത്തിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ സുരേഷ് വാഡ്കർ സാറിനെ ഓൺ ദ സ്പോട്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പാട്ടുകാരി ആവുന്നതിന് മുമ്പേ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? അതെ, അതൊരു വലിയ കാര്യമാണ്. അതല്ലേ പറഞ്ഞത്. ജേട്ടൻ്റെ ഏത് പാട്ടായിരിക്കും ആദ്യം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം പുതിയ തലമുറയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഞാൻ പുതിയ പാട്ടുകളെ പറ്റി പറയാം. കാരണം കൂടുതൽ നമ്മളൊക്കെ കേൾക്കണത് അതാണല്ലോ. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് സാറ് പാടിയിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ട്. ഒന്ന് അൽഫോൻസിൻ്റെ നീ മണിമുകിലാണ്, അത്. പിന്നെ റഹ്മാന് വേണ്ടി പാടിയ ഒരു ദൈവം തந்த. ഓക്കെ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വേറൊരു പാട്ട്, പൊന്നുഷെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവ്, പൊന്നുഷെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവ്. ഇത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എനിക്ക്. മധുവന്തിയില് അതെ, രമേശ് നാരായണൻ സാർ. പിന്നെ
ഇത് ഞാൻ പാടിയിട്ടുണ്ട് സാറിനൊപ്പം സ്റ്റേജിൽ പ്രോഗ്രാമിന് പാടിയിട്ടുണ്ട്. സിനിമയിൽ ഏതെങ്കിലും പാടി ഡ്യുവറ്റ് പാടി? അതെ, ഡ്രീംസിൽ പാടിയിട്ടുണ്ട്. കണ്ണിൽ കാശിത്തുമ്പകൾ വിദ്യാസാഗർ ഡ്രീംസ് ഓർക്കാൻ പറ്റുമോ അല്ലെ വരികൾ? കുറച്ച് അറിയാം. കണ്ണിൽ കണ്ണിൽ കാശിത്തുമ്പകൾ കരളിൽ തുമ്പികൾ നെഞ്ചിലാവോ കണ്ണിൽ കാശിത്തുമ്പകൾ പാട്ട്. നീ മണിമുഖിലാടക ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഭയങ്കര ഫീലോടെ അത് എത്ര ഒരു വശം കേട്ടാൽ റിവൈൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നൊരു പാട്ടാണത്. പിന്നെ ഓഫ് കോഴ്സ് വിദ്യാസാഗർ സാറിൻ്റെ തന്നെ സുജാ ചേച്ചിയോടൊപ്പം പാടിയ മറന്നിട്ടുവെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു രണ്ടാം ഭാവം രാഗത്തിൻ മൂകഭാവം. ഇത് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ജയേട്ടന് കൂടെ പാടിയിട്ടുള്ള ഗായികമാരിൽ ഏറ്റവും റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഗായിക ആരാണ്? സുശീലാമ്മ. പക്ഷേ സുശീലാമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരെക്കാളൊക്കെ ഒരുപാട് മെച്ചുവേർഡ് ആയതിനു ശേഷമാണ് റെക്കോർഡിങ്ങിലേക്കൊക്കെ വരുന്നതും ഗാനരംഗത്തേക്ക് വരുന്നതൊക്കെ. ഇവരുടെ അത്രയും ചെറുപ്പത്തിലേ അവരൊന്നും ഗാനരംഗത്തേക്ക് വന്നിട്ടില്ല. നമ്മളൊക്കെ എപ്പോഴേ അവർ തുടങ്ങി. അവർ 40s പാടി തുടങ്ങി, 50s പാടി തുടങ്ങിയില്ലേ അവർ. പക്ഷെ എനിക്ക് 40, 50 പാടി തുടങ്ങി പാടിയിട്ടുണ്ട്. പിന്നെ അവർ അന്ന് വ്യത്യാസമുണ്ട്. ഇവർ ഇന്ന് വന്ന ഇവരുടെ പാട്ടുകാരുടെ മാതിരിയല്ല അന്ന് അവരൊക്കെ ഒരു ശമ്പളം പ്രതിമാസത്ര ശമ്പളം മേടിച്ച്. ഇപ്പോൾ സുശീലാമ്മയും ജാനകിയമ്മ AVMൽ ഇത്ര അന്ന് 50 രൂപ 60 രൂപ ശമ്പളം മേടിച്ച് മാസം അവർ പറയുന്ന പാട്ടുകളെല്ലാം പാടി അങ്ങനെ വന്നിരുന്ന ആൾക്കാർ. അന്ന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു അന്നേരം കയറി വരാനായിട്ടും. വന്ന് അവർ ഈ ഒരു പാട്ടുകാരി വന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ. അന്നെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത്. അവിടെ താമസിക്കാനും മദ്രാസിൽ താമസിച്ച് ഒരു ദിവസവും വരണം, ദിവസവും ഒരു ജോലിക്ക് വരുന്നവർ വന്ന് പോയി അങ്ങനെ ഇരുന്ന ആ കാലഘട്ടം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇവർക്കൊന്നും ബുദ്ധിമുട്ടില്ല, അത്രയും ബുദ്ധിമുട്ടില്ല. ഇവർക്കൊന്നും ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് വന്ന് അച്ഛനമ്മയും വളർത്തി കുട്ടികൾ ഡോക്ടറും സുഖമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് വന്ന് പാടി. പാട്ട് പഠിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ പാടാനുള്ള ടാലന്റ് ഉണ്ടായാൽ മാത്രം മതി. ടാലൻസ് ഉണ്ട്, അവർക്ക് ടാലൻസ് ഉണ്ട്. പാടാനുള്ള ടാലൻസ് ഉണ്ടായാൽ മാത്രം മതി, വന്ന് പാടാനുള്ള ബുദ്ധിമില്ല. പക്ഷേ ഈ പണ്ടുള്ള അത് ഗായകന്മാരുടെ കാര്യങ്ങളും ഗായികമാരുടെ ഇപ്പോൾ വരുന്ന കുട്ടികൾ മോർ ടാലന്റഡ് ആണെന്ന് തോന്നുന്നു. വളരെ ടാലന്റഡ് ആണ്. എല്ലാ പിന്നെ അവർ ടാലന്റാണ്, വളരെ ടാലൻറ്റുള്ള കുട്ടികളാണ് വരുന്നത്. നമ്മൾ ഇപ്പം പെട്ടെന്ന് പാട്ട് പഠിക്കാനും അതല്ലെങ്കിൽ പിന്നെ പാടാനും ഒക്കെ ഉള്ള ടാലൻറ്റുള്ള കുട്ടികൾ തന്നെയാണ് തീർച്ചയായിട്ടും. ഈ സുശീലാമ്മയുടെ കൂടെ ആദ്യം ചേട്ടൻ പാടുന്ന പാട്ട് ഏതായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഇതായിരിക്കും. അല്ല മകരം പോയിട്ട്. അത് തന്നെയാണ് വെളുത്തേത്തിനാണ് ആദ്യം പോയിട്ടുള്ളത്. സത്യമാഷും ഷീലയും അഭിനയിച്ച സിനിമ. സുശീലാമ്മയുടെ പാട്ടുകൾ ഇഷ്ടമല്ലേ ഗായത്രിക്ക്? ശരി. അത് ഈ മലയാള ഭാഷ അറിയാൻ പാടില്ലാത്ത ഒരു ഗായികയാണ്. മലയാള ഭാഷ ഇത്രയും ഭാവത്തോടു കൂടി അല്ലേ എത്ര പാട്ടുകൾ അവർ പാടുന്ന ഏത് പാട്ടും അതിന്റെ കറക്റ്റ് മീനിങ് എന്താണ്? ശബ്ദത്തിൽ തന്നെ ഭാവം ഉണ്ടെന്നാണ്. ജയന്തൻ സാറ് വീട്ടിൽ വരാറുണ്ട് ഇടയ്ക്ക്. അപ്പം വന്നു കഴിഞ്ഞാൽ എനിക്ക് നാളെ ഓർമ്മ തൃശ്ശൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ സുജാ ചേച്ചിയും ജയന്തൻ സാറും വീട്ടിൽ നിന്നായിരുന്നു അന്ന് ഡിന്നർ. എൻ്റെ വീട്ടിലായിരുന്നു. അന്നൊരു 1 മണി വരെ രാത്രി കണ്ടിന്യൂസ് സുശീലാമ്മയുടെ പാട്ടുകൾ നോൺ സ്റ്റോപ്പ് പാടിക്കൊണ്ടിരിക്കുന്നു. സുശീലാമ്മയുടെ പാട്ടുകൾ സൗത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും നമ്പർ 1 സുശീലാമ്മ എന്ന് പറയാം. സുശീലാമ്മ റഫി സാഹിബാണ്. സുശീലാമ്മയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരന്മാരും ഏറ്റവും അവരുടെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും കാര്യമായിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റി സോങ്സ് മലയാളത്തിൽ പാടിയിട്ടുണ്ടല്ലേ? മലയാളമല്ലല്ലോ, അല്ല മലയാളത്തിൽ കേൾക്കണം. അവരുടെ തമിഴും തെലുങ്കും അതല്ല ഞാൻ പറഞ്ഞു, അത് അവരുടെ ലാംഗ്വേജ് കൂടിയാണല്ലോ. അതല്ല അവരുടെ ഭാഷ അല്ലാതിരുന്നിട്ട് പോലും എത്രയോ വെറൈറ്റി സോങ്സ് നമുക്ക് മലയാളത്തിൽ പാടാം. സുശീലാമ്മയുടെ ഏതൊക്കെ പാട്ടാണ് അന്ന് പാടിയത്? നമുക്കിപ്പോൾ പാടിക്കാം പറഞ്ഞിട്ട്. തമിഴാണ് അന്ന് കൂടുതൽ പാടിയത്. എനിക്ക് തോന്നുന്നു MSV സാറിന്റെ പാട്ടുകളാണ് ഫുൾ സാർ അന്ന് പാടിയത്. ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടു, ജയേട്ടൻ്റെ തമിഴിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? എൻ്റെ 72-ലായിരുന്നു ആദ്യത്തെ. MSV സാറാണ് ആദ്യം പാടിച്ചു തന്നെ, മണിപ്പയൽ എന്ന് പറഞ്ഞ പടത്തിൽ. അപ്പോൾ സുപ്രഭാതമൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷം? അത് കഴിഞ്ഞിട്ട് ശേഷം. അതിനു മുമ്പ് ആ കാലഘട്ടത്തിൽ തന്നെ പാട്ട് അതിനു മുമ്പ് ലങ്കാദാനത്തിൽ പാടിയിട്ടുണ്ട്. ലങ്കാദാനത്തിൽ പാടി. അല്ല അത് ലങ്കാദാനം പിന്നീട് പാടിയതാണ്. സുപ്രഭാതം കഴിഞ്ഞിട്ട് പാടിയത് ലങ്കാദാനം. പണിതിരാത്തവീടിന് ശേഷമാണ് ലങ്കാദാനം വന്നിട്ടുള്ളത്. അല്ല അതിനു മുമ്പാണ്. ലങ്കാദാനമാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് പണിതിരാത്തവീട് പാടുന്നത്.
അതിലാണല്ലോ അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതിനുശേഷമാണ് തമിഴിലേക്ക് വരുന്നത്. അതിനുശേഷം MSV ആണ് തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഏത് പാട്ട്? മണിപ്പയൽ എന്ന് പറഞ്ഞ പാട്ടത്തിൽ അതൊരു പാട്ട്, തങ്കച്ചിമിഴ് പോൽ ഇതഴോ സംഘത്തമിഴ് പോൽ മിഴിയോ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അതിലാണ് ആദ്യം പാടുന്നത്. പിന്നെ ആദ്യം ഹിറ്റായത് ഞാൻ സുശീലാമ്മയും കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതാണ് MSVയുടെ ഞാനും കൂടെ ഒരു പാട്ട്, ഒരു പടത്തിൽ, പുതിയൊരു പടം, ഒരു പഴയ പടത്തിൽ ഒരു പാട്ട് പാടി. അതാണ് ഹിറ്റായത് ഞങ്ങൾ രണ്ടുപേരും കൂടെ. തമിഴിലെ ആദ്യത്തെ ഹിറ്റ് സോങ് അതാണ്. അതേതായിരുന്നു? അതെന്താണ്, കണ്ണൻ ചെന്നില്ല, ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീടാണ് ഇളയരാജയുടെ പാട്ടുകൾ പാടാൻ. ഇളയരാജ പിന്നെ ഒരുപാട് 75 ശേഷമാണ് ഇളയരാജ വന്നുള്ളൂ. 75-നാണല്ലോ ഇളയരാജ വന്നത്. മറ്റേ അന്നക്കിള്ളിയോടുകൂടി ഇളയരാജ വന്നത്. സംഗീത സംവിധായകനാകുന്നതിന് മുമ്പുള്ള ഇളയരാജ അന്ന് രാജ വീട്ടിൽ വരും പണ്ട്. ശരി. ഈ സംഗീത സംവിധാനം പിന്നെ ഗിറ്റാറൊക്കെ വായിച്ചോണ്ട് വരും. ഞങ്ങൾ വീട്ടിൽ നിന്ന് പാടും, എൻ്റെ വീട്ടിൽ നിന്ന് പാടും. അന്ന് വളരെ മോളൊക്കെ ചെറിയ കുട്ടിയാന്ന്. ആ കാലത്തൊക്കെ വരും, അവൾ വീട്ടിൽ വരും ഇളയരാജ. അപ്പം അന്നൊന്നും മ്യൂസിക് ഡയറക്ടർ ആയിട്ടില്ല, ഗിറ്റാറിസ്റ്റാണ് പുള്ളി. ശരി. MSVയുടെ കൂടെ ദേവരാം മാസ്റ്റർ ഇവിടെ ഒരു 50-60 റെക്കോർഡിങ്ങിന് വായിച്ചിട്ടുണ്ട് ഇളയരാജ. പിന്നെ രാജ മാസ്റ്റർ ഓർഗൻ പ്ലെയർ ആയിരുന്നു, കോംബോ ഓർഗൻ അന്നത്തെ ഇതുണ്ടല്ലോ, അങ്ങനത്തെ പ്ലെയർ ആയിരുന്നു അയാൾ. ഗിറ്റാർ വായിച്ചിട്ടുണ്ട് മാഷ്ക്ക് വേണ്ടിയിട്ട്. 50-60 പടത്തിൽ വായിച്ചിട്ടുണ്ട് ദേവരാം മാഷ്ക്ക് വേണ്ടിയിട്ട്. ഇളയരാജയ്ക്ക് വേണ്ടി ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു? ഓർക്കാൻ പറ്റും. ഇളയരാജയ്ക്ക് വേണ്ടി ഇത് ഒരു വാനവിൽ പോലെ എന്നൊരു പടത്തിൽ ഒരു പാട്ടുണ്ട്. ഒരു വാനവിൽ പോലെ എൻ വാഴ്വിലേ വந்தாய் ഉൻ പാർവയാൽ என்னை வென்றாய் എന്നുയിരിലേ നീ കലന്തായ് ഒരു വാനവിൽ. ഞാനും ജാനകിയമ്മയും കൂടെ. അത് പിന്നെ ചിത്തിരച്ച വാനം ശരിക്ക കണ്ടേൻ എൻ മുത്താന മുത്തമ്മ എൻ കണ്ണാന കണ്ണമ്മ ഒരു പാട്ടുണ്ട്. അത് രണ്ടൊരു പടത്തിലെ. അങ്ങനെ അതാണ് ആദ്യത്തെ ഇളയരാജയ്ക്ക് വേണ്ടി പാടുന്നത്. പക്ഷേ തമിഴ് ഇൻഡസ്ട്രി ഇളക്കി മറിച്ച പാട്ട് രാസാത്തിയാണ്. മിനിയാന്ന് വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു, വലിയ പ്രോഗ്രാമായിരുന്നു. അന്ന് രാസാത്തി പാടി. ഭയങ്കര. രാസാത്തി ഒന്ന് പാടി കേൾക്കാം അല്ലേ? രാസാത്തി ഒന്ന കാണാത നെഞ്ച് കാത്താടി പോലാടുത് പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്ന തേടുത് രാസാത്തി ഒന്ന കാണാത നെഞ്ച് കാത്താടി പോലാടുത് കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ തത്തിത്തവഴും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുകും സംഗത്തമിഴേ മുത്തം തരണിത്തം വരും നക്ഷത്തിരം யாரோடு இங்கு எனக்கென்ன பேச்சு நீ தானே கண்ணே நான் வாங்கும் மூச்சு வாழ்ந்தாக வேண்டும் வா வா கண்ணே ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது കാത്താടി പോലാടുത്. വളരെ പ്രശസ്തരായ രണ്ട് വ്യക്തികളാണ് നമ്മുടെ അടുത്ത അതിഥികൾ. രണ്ടുപേരും ജയേട്ടനുമായി വളരെയധികം വ്യക്തിബന്ധം പുലർത്തുന്നവരും ജയേട്ടൻ്റെ പാട്ടുകളുടെ കടുത്ത ആരാധകരുമാണ്. ഒന്ന് പ്രശസ്ത സംവിധായകനായ ശ്രീ VK പ്രകാശ്, രണ്ട് കാരിക്കേച്ചർ എന്ന പരിപാടിയിലൂടെ നമുക്കെല്ലാം സുപരിചിതനായ ജയരാജ് വാര്യർ. രണ്ടുപേരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. VKP വളരെ അടുത്ത കാലത്തല്ലേ ജയേട്ടനുമായിട്ട് അടുക്കുന്നത് അല്ലേ? അല്ലേ? പക്ഷെ നേരത്തെ മുതലേ ജയേട്ടൻ്റെ പാട്ടുകളുടെ വലിയ ആരാധകനാണ്. ജയേട്ടൻ്റെ പാട്ടുകളെ പറ്റി വളരെ ഇഷ്ടത്തോടുകൂടി സംസാരിക്കുന്ന ആളാണ്. അതായത് ഞങ്ങൾ ഈ പണ്ട് നമ്മൾ വളർന്ന് വരുന്ന സാഹചര്യത്തിൽ ശിശുലോകം ബാലലോകം എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ പരിപാടികളുണ്ടാവും. അപ്പം അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ റേഡിയോ സ്റ്റേഷനിലൊക്കെ നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ്. മഞ്ഞളിൽ മുങ്ങിത്തോർത്തി, അതൊക്കെ ആ സമയം നമുക്കൊരു വളരെ ചെറിയ പ്രായം, ആ സമയത്ത് കേൾക്കുമ്പോൾ തന്നെ
വളരെ അത് പ്രത്യേകിച്ച് അത് ചിലപ്പോൾ നമുക്ക് നമ്മളോട് ഈ കലയായിട്ട് ബന്ധമുള്ളത് കൊണ്ടോ ഈ ചില സമയത്ത് ചില കാര്യങ്ങളോട് ഒരു അമിതമായിട്ടുള്ള ആഗ്രഹം തോന്നും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ കേട്ട് തുടങ്ങിയ പാട്ടുകളിലൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ശബ്ദം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മാത്രമല്ല വളരെ ഒരു ഇമോഷൻസ്, അതായത് പാടുന്നതിൻ്റെ ഭാവം വളരെ വളരെ ലയവും ഭാവവും വളരെയധികം നമ്മളെ ടച്ച് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. അപ്പോൾ അത് കേട്ട് 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 വളർന്നു. പിന്നെ ഒരു ദിവസം അവിടെ ഗാനമേള, ജേട്ടൻ്റെ ഒരു ഗാനമേളയ്ക്ക് ഞാൻ പോയി. അപ്പോൾ അവിടെ ഈ സ്റ്റേറ്റ് അവാർഡ് താരനിശ എന്തായിരുന്നു തോന്നുന്നു, പാലക്കാടായിരുന്നു. സോ വളരെ ദൂരത്ത്, വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള, വളരെ ടെർലിൻ ഷർട്ടും പാൻസും ഒക്കെ ഇട്ടൊരു ഒരു ഇമേജ്, പവൻ പോലെ തിളങ്ങുന്ന അവിടെ സ്റ്റേജിൽ പാടാണ്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇത് ഒരു മൊത്തത്തിലൊരു ഒരു ഇഷ്ടം തോന്നി തുടങ്ങി പാട്ടുകളോട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ജേട്ടൻ്റെ പാട്ടുകളുണ്ടോ കാസറ്റിൽ നോക്കിയിട്ടേ ഞാൻ സിനിമയുടെ പാട്ടുകൾ വാങ്ങാറുള്ളൂ. പക്ഷെ അങ്ങനെ വന്ന് മീറ്റ് ചെയ്യുന്ന ജേട്ടനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്, അതുപോലെ ജേട്ടൻ്റെ പാട്ടുകളെല്ലാം ഒരുമാതിരി എല്ലാം അറിയാം, അതുപോലെ എല്ലാം നമുക്ക് ആസ്വാദനം. ഈ ഭാവവും ലയവുമാണ് അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഞാൻ പുനരധിവാസത്തിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ജേട്ടനും ആ കൊല്ലം അവാർഡ് ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ച് യു കമ്പയർഡ് ദ പ്രോഗ്രാം. അപ്പം അന്ന് ആണ് ശരിക്കും ഞാൻ പോയി അങ്ങ് കയറി ഹെഡ് ചെയ്ത് പരിചയപ്പെടുക ചെയ്തത്. കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഗായകനാണ്, എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പിന്നെ അവിടെ നിന്ന് പരിചയപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വി ജസ്റ്റ് സ്റ്റാർട്ട് ടോക്കിംഗ് ആൻഡ് ശരിക്കും അങ്ങ് വർക്കൗട്ടാകാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ അടുത്ത കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, അതായത് 40 വർഷമായിട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു അച്ചീവ്മെൻ്റാണ്. അതിനെ നമ്മൾ ബഹുമാനത്തോടു കൂടി നോക്കി കാണണം. അത് എല്ലാവർക്കും പറ്റുന്നൊരു ഭാഗ്യമല്ല. 40 കൊല്ലം ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുക, അത് അതിൻ്റേതായുള്ള അതേ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതും മാത്രമല്ല അത് എൻജോയ് ചെയ്യുക എന്നുള്ളതും വളരെ റെയറായിട്ടൊരു കലാകാരന് കിട്ടുന്നൊരു കാര്യം. അങ്ങനെയുള്ളൊരു കലാകാരന്മാരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് നമ്മുടെ നാട്ടിൽ അത്ര അർഹിക്കുന്ന അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഈ 40 വർഷം പല കാര്യങ്ങളും പലരും സെലിബ്രേറ്റ് ചെയ്യുന്നു ഇവിടെ. പക്ഷേ 40 വർഷം പാടി നിന്ന ഒരാൾക്കൊരു അംഗീകാരം ഇവിടെ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മറുനാടൻ മലയാളികൾ, ബാംഗ്ലൂർ മലയാളികൾ, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഓർമ്മ എന്നുള്ളൊരു പ്രോഗ്രാം, അതായത് ഓൺലി പഴയ പാട്ടുകൾ, ഒരു അടിപൊളി പാട്ടില്ല, ഒരു ഡാൻസ് ഇല്ല, മെലഡി മാത്രം. സൗകര്യമുള്ളവർ വന്നാൽ മതി. അത് ആദ്യമേ ഞങ്ങൾ ടിക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓൺലി മെലഡി ഗാനങ്ങൾ, ഇല്ലാത്തവർക്ക് അനുവാദമില്ല, പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് വിറ്റത്. വിശ്വസിക്കാൻ പറ്റില്ല, ഇറ്റ് വാസ് ഹൗസ്ഫുൾ. ഒരു മനുഷ്യൻ പോലും 4 മണിക്കൂർ പാടി, 4 hours ഈ സങ് ആൻഡ് ഒരു 27 പാട്ടോളം പാടി. അതങ്ങ് പാടിപ്പോയതാണ്. 4 മണിക്കൂർ പ്രോഗ്രാം പോയി. അറ്റ് ദാറ്റ് 4 hours ഒരാൾ പോലും അവിടെ എണീറ്റ് പോയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നു അടിപൊളി പാട്ടുകൾക്കാണ് പ്രിയം, അതെല്ലാം തെറ്റാണ്. കാരണം ഇത്രയും കൂടെ ഞാൻ ഒരു പ്രോഗ്രാമിൽ പാടിയിട്ടില്ല. 27 പാട്ട് പാടി. 27 പാട്ട്. അത് നമ്മൾ 2.5 മണിക്കൂർ കൊണ്ടാണ് 27 പാട്ടുകൾ. അത് ഞാനായിരുന്നു അത് കമ്പയർ ചെയ്തത്. എനിക്കാണ് ജയേട്ടൻ്റെ ഏറ്റവും കൂടുതൽ പരിപാടികൾ കമ്പയർ ചെയ്തിട്ടുള്ളതും ജയരാജായിരിക്കും തോന്നുന്നു. ഭയങ്കര ഇന്റിമസിയാണ് ഇവർ തമ്മിൽ. പാട്ടുകൾ പറയാനും അത് ഒരുപാട് പാട്ടുകൾ ഓർത്ത് പറയാനും ജയരാജന് അറിയാം. അല്ല, ഇന്ന് പ്രത്യേക ഒരു സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ ജേട്ടൻ അറിയുമെന്നറിയില്ല, ഇന്ന് രാവിലെ ഇന്ന് ഫ്ലൈറ്റിൽ ഞാൻ ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ ഈ ഇളയരാജ സാറിൻ്റെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് അതിൽ എഴുതിയിട്ടുള്ളതിൽ ദർ ഇസ് എ സെൻറ്റൻസ് റിട്ടൺ, അതായത് എത്രയോ ഗായകന്മാർ പാടി, എത്രയോ ഗായകന്മാരും പാടി, ബട്ട് ഹൂ സ്റ്റോൾ ദ ഷോ വാസ് മിസ്റ്റർ പി ജയചന്ദ്രൻ വിത്ത് എ സിംഗിൾ നമ്പർ രാസാത്തി. എന്നിട്ട് അതിന് ശേഷം എഴുതിയിട്ടുണ്ട് വാസ് എവർ ദിസ് കൈൻഡ് ഓഫ് ഹിസ് വോയിസ്, അതായത് ഇനിയൊരു ശബ്ദം ഉണ്ടാകുമോ, ഇങ്ങനെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നാണ് അതിന്റെ അവസാനത്തെ ഇന്നത്തെ ന്യൂസാണ് ഇന്ത്യൻ എക്സ്പ്രസിലുണ്ട്. ഇറ്റ് ഇസ് ദേർ ഇൻ ദി ഇന്ത്യൻ എക്സ്പ്രസ്. അല്ല, ഈ ഇപ്പോൾ മുല്ലവള്ളിയിലൊക്കെ കുഞ്ചാക്കോ ബോബന് വേണ്ടിയൊക്കെ പാടിയിട്ടുള്ള ഒരിക്കലും ജയേട്ടനെ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരു പക്ഷേ വളരെ യങ്ങായിട്ടുള്ള ഒരാളെ ഈ വോയിസിന്റെ പുറകിൽ പ്രതീക്ഷിക്കുന്നത്. അത് ആക്ച്വലി മുല്ലവള്ളിയിൽ എങ്ങനെ ഉണ്ടായി, ഞാൻ 4 സിനിമ ചെയ്തെങ്കിലും ആദ്യത്തെ മ്യൂസിക് ചെയ്തത് ലൂയി ബാങ്ക്സും ശിവമണിയാണ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും എല്ലാം പിന്നെ ഔസപ്പിച്ചറാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയും ജയേട്ടനോട്, ഞാൻ പലപ്പോഴും എനിക്കൊരു ഡ്രീം കം ട്രൂ ആണ് ജയേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കുക എന്നുള്ളത്. പക്ഷെ അത് ഒരിക്കലും നടന്നില്ല. അത് ലൈക്ക് ഫസ്റ്റ് ഫിലിമിൽ നടന്നില്ല. ഫ്രീ കി ചക്ര എന്നുള്ളതായിരുന്നു എൻ്റെ ഹിന്ദി ഫിലിമായിരുന്നു സെക്കൻഡ്. സോ ദയർ ഓൾസോ ഐ കുഡന്റ് മേക്ക് ഹിം സിംഗ്. അപ്പോൾ തേർഡ് സിനിമയിൽ ഞാൻ സിനിമ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ തീരുമാനിച്ചു ജയേട്ടനെ കൊണ്ട് പാടിച്ചിരിക്കും, എന്നിട്ടേ ഞാൻ സിനിമ ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ സിനിമ ചെയ്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഔസപ്പച്ചൻ സാറുമായിട്ട് പറഞ്ഞ് ഞങ്ങൾ വേറൊരു പാട്ടായിരുന്നു ആക്ച്വലി ഡിസൈഡ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ വന്നപ്പോൾ വേറൊരു പാട്ട് വളരെ ഇൻറ്റൻസിറ്റി ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഔസപ്പച്ചൻ സാറിൻ്റെ അടുത്ത്, വൈ കാൻ വി ഗിവ് ദസ് ടു ജയേട്ടൻ, യു ഓൾസോ ഫ്രീക്ഡ് ഔട്ട്. ആൻഡ് പുള്ളി വന്നു 10 മിനിറ്റ്, ജസ്റ്റ് 10 minutes he sang the song. 10 മിനിറ്റുള്ള പാടി. ഔസപ്പച്ചൻ ഐ ക്യാൻ സീ ഇറ്റ് ഇൻ ദ കൺസോൾ, ഹിസ് ഐസ് വാസ്
ഓൾമോസ്റ്റ് വാട്ടറി, സെയിങ് ദാറ്റ് ഞാൻ പാടിയ ഭാവം ഒരു എപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സ് പറയും അവർ പാടുമ്പോൾ പാടുന്നതിൻ്റെ ഭംഗിയേക്കാൾ ആ ഇമോഷൻസ് ഉണ്ടല്ലോ, ഭാവം, അവർ പാടുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ ഔസേപ്പച്ചൻ നമുക്ക് ഒരു പാട്ട് പാടി തരുമ്പോൾ ഭയങ്കര ഇമോഷൻ ആയിരിക്കും. പക്ഷേ ആ ഒരു ഇമോഷൻ ഒരു ഗായകൻ വന്ന് പാടുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും കിട്ടാറില്ല. ശബ്ദം നന്നായിരിക്കും, ശബ്ദം നന്നായിരിക്കും, മനോഹരമായിട്ടുള്ള പാട്ടായിരിക്കും. പക്ഷേ ഈ മനോഹരമായിട്ട് പാടുന്നതും ഭാവത്തോടു കൂടി പാടുന്നതും രണ്ടാണ്. ഭാവത്തോടു കൂടി പാടുമ്പോൾ പാട്ടിൽ മനോഹാരിത വേണമെന്നില്ല, പക്ഷെ അത് വളരെയധികം എഫക്റ്റീവാണ്. സോ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഔസേപ്പച്ചൻ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചൊരു ഭാവം അത് വളരെ റെയറായിട്ടേ നമുക്ക് കിട്ടാറുള്ളൂ. അത് ആക്ച്വലി ഹീസ് ടോക്ക് ടു മീ അബൌട്ട് ദാറ്റ് മറ്റേ പാട്ട്, അതാണ് ഒരു വേറെ സോങ് ഈ സോങ്ങിനോ കണ്ണീർ കുമ്പിളിൽ നീരാടാൻ, ഈ അങ്ങനെ ഒരു അതിനെ പറ്റിയിട്ടും പുള്ളി അങ്ങനെ പറയാറുണ്ട്. കാരണം പാടുമ്പോൾ ഒരു ഗായകൻ്റെ ഈ ഞാൻ ചിട്ടപ്പെടുത്തിയതിനേക്കാൾ ഭാവം എനിക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു സംഗീത സമുദായങ്ങളുടെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഓൾവേസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ബാംഗ്ലൂർ ഷോയിലേക്ക് വരാം. ജയേട്ടൻ എന്താണ് അങ്ങനെ തോന്നിയത് ഇങ്ങനെ ഒരു ഷോ? എനിക്ക് എന്താണെന്ന് അറിയില്ല, അന്നത്തെ ദിവസം ഓഡിയൻസും എന്താ പെട്ടെന്ന് എനിക്ക് എന്താ ഇൻസ്പിറേഷൻ അതിൻ്റെ. അല്ലാതെ ഒരു ഷോയ്ക്കും ചേട്ടൻ 27 പാട്ട് പാടിയിട്ടില്ല. എനിക്ക് അറിയാൻ പാടില്ല എന്താ എൻ്റെ അത് അതിൽ കാവ്യപുസ്തകമല്ലോ എന്നുള്ള പാട്ട് ഞങ്ങൾ വെറുതെ 2 വരി പാടിയിട്ട് പോയാൽ മതി. ടഫ് സോങ്. അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേര് പറയും. അതായത് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പാട്ടുകൾ പറയും. ഈ തൊട്ടേനെ ഞാൻ, അല്ലെങ്കിൽ ഹൃദയേശ്വരി നിൻ, പൂവം പ്രസാദവും, ഇന്ദുമുഖി, ഈ പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല്ലവി എന്ന് പറയും. പല്ലവി എന്ന് പറയുമ്പോൾ ജയേട്ടൻ അതിന്ന് പഠിക്കുകയാണ്. നീല കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലയ്ക്കുള്ളിൽ വിടർന്ന് പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാട്ട് നിർത്തി, നമ്മൾ മെയിൻ സോങ്ങിലേക്ക് വരുമ്പോൾ ജയേട്ടൻ പിന്നെ തുടരാണ് ഇങ്ങനെ അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഫുള്ള് പാടി. അങ്ങനെ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇപ്പൊ MS വിശ്വനാഥ് എന്ന് പറയുമ്പോൾ രാജീവനയനേ നീയുറങ്ങൂ തിരുവാഭരണം ഇങ്ങനെ പറഞ്ഞു പോയി നമ്മൾ എന്ത് ചെയ്യും, സുപ്രഭാതം പാടിക്കാനാണ്. അപ്പൊ ജയേട്ടനോട് തിരുവാഭരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ തിരുവാഭരണം ഇരുന്ന് പാടുകയാണ്. കാവ്യപുസ്തകത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ജയേട്ടൻ്റെ ഈ കവിത അതായത് പരിപൂർണമായി കവിത എന്ന് പറഞ്ഞ കുറെ പാട്ടുകളുണ്ട്. അതാണ് എനിക്കൊക്കെ ജയേട്ടനോടുള്ള കൂടുതൽ സ്നേഹം. ഇപ്പോൾ യേശുദാസ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഗായകൻ ഇവിടെ നിൽക്കുമ്പോഴും ഈ കവിത നിറഞ്ഞ പാട്ടുകളുടെ ഒരു ആത്മാവ് കൂടുതൽ എനിക്ക് പകർന്നു തന്നിട്ടുള്ള ജയേട്ടൻ്റെ പാട്ടുകളാണ്. ഹർഷബാഷ്പം അത് നീലാംബരി രാഗത്തിന്റെ. ഇതല്ല ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നീലക്കണ്ണുകളോ കാവ്യപുസ്തകം, അതുപോലെ വേറൊന്നുണ്ട് രാഘവ മാസ്റ്റർ ഈ അസുരവിത്തിലെ ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയോരൻ ഗാന സാമ്രാജ്യത്തിൻ്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി വീണ്ടും എന്നാദത്തിൻ്റെ ശക്തിയാലി സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്കാശയില്ലെന്നാകിലും ഞാനൊരു പരദേശിയായിട്ടി സ്വർഗത്തിൻ്റെ കോണിലൊരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ. ഇതാണ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഗായകൻ. രണ്ടാമത് തിരിച്ചുവരവ് നടത്തിയാലും ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഗായകൻ ഇതാണ്. വീണ്ടും നാദത്തിന്റെ ശക്തിയാൽ ഈ സാമ്രാജ്യം എനിക്ക് വീണ്ടെടുക്കണമെന്നൊന്നുമില്ല, ഞാനൊരു പരദേശിയായിട്ട് ഈ പാട്ടിന്റെ അരയാലിൻ ചുവട്ടിലിരുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ജയചന്ദ്രൻ. പിന്നെ ഞാനും ജയേട്ടനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തെ പരിചയമാണ്. ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ നിൻമണിയറയിലെ പാടും. നിൻമണിയറയിൽ, അത് പിന്നെ റംസാനിലെ ചന്ദ്രികയോ, ഇതൊക്കെ എൻ്റെ നമ്പറുകളാണ്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന പെർഫോമൻസിൻ്റെ ചില കൂത്തിൻ്റെയും ഒക്കെ ചില സംഗതി കണ്ടിട്ടാണ് ജയേട്ടനോട് നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിചയപ്പെടുന്നത്. പിന്നെ എനിക്കും ജയേട്ടനും തമ്മിലുള്ള ഒരു മാനസിക, ഞാൻ ജയേട്ടൻ്റെ ആരാധകനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജയേട്ടൻ്റെ സുഹൃത്താവാൻ ഒരിക്കലും സാധ്യതയില്ല. പക്ഷേ എനിക്ക് ആരൊക്കെയോ ആണ് ജയേട്ടൻ. ആരാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് ആരൊക്കെയോ ആണ്. കാരണം അതായത് ഈ ജയേട്ടൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ചില സമാനതകൾ എനിക്കുള്ളതുകൊണ്ടായിരിക്കാം. സുശീലാമ്മയുടെ പാട്ടിനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവേശം എനിക്കുണ്ട്. അതുപോലെ തന്നെ ദേവരാജൻ മാസ്റ്ററിൻ്റെ പാട്ടുകളുള്ള അദ്ദേഹത്തിനുള്ള ആവേശം എനിക്കുണ്ട്. ദേവരാജൻ മാസ്റ്ററാണ് ജയേട്ടനെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ജയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഭാരതപ്പുഴ. ആ ഭാരതപ്പുഴ എനിക്കും ഇഷ്ടമാണ്. ഞങ്ങളവിടെ മണലിലൊക്കെ പോയി രാത്രി കിടക്കും. അവിടെ കിടന്നിട്ടാണ് കാവ്യപുസ്തകം പാടുക. അതുപോലെ MT വാസുദേവൻ ലിറ്ററേച്ചർ ജയേട്ടന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ജയേട്ടന് ഇഷ്ടമുള്ള പല കറികളും എനിക്കിഷ്ടമാണ്. ജയേട്ടന് ഇഷ്ടപ്പെടുന്ന ഉത്സവങ്ങൾ എനിക്കിഷ്ടമാണ്. ഒരാൾ ജയരാജാണ്, ഒരാൾ ജയചന്ദ്രനാണ്. അതെ, ഒന്ന് വൻ ചന്ദ്രനായി പോയി, ഇത് ചെറുതായി പോയി എന്നുള്ളൂ. പിന്നെ ജയരാജനും ജയേന്ദ്രന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, ജയേന്ദ്രൻ ചേട്ടനും ജയേന്ദ്രന്റെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ്. അതെ അതെ അതെ, അങ്ങനെ ഒരു സമയം കൂടി ഉണ്ട്. അല്ല, ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടു ഒരു കാര്യമുണ്ട്. ജയേട്ടന് വളരെ വിഷമിപ്പിച്ചൊരു കാര്യമുണ്ടെന്ന് ജേട്ടനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മേയർ നായർ എന്ന പടത്തിന് സപ്പോർട്ടായിട്ട്, അതായത്
അത് സ്വപ്നസഖി എന്നൊരു പാട്ടുണ്ട്, അത് record വൈശാഖ കഴിഞ്ഞിട്ട്. പൗർണമി രാവ്. അപ്പൊ അന്ന് മറ്റേ പഴയ ഫേമസ് ഡയറക്ടർ മരിച്ചു പുട്ടണ്ണ കനകൽ, കന്നഡ ബാംഗ്ലൂർ. കന്നഡ, അദ്ദേഹമാണ് അതിന്റെ ഡയറക്ടറായിരുന്നു, മേയർ നായരുടെ. LPR വർമ്മ LPR വർമ്മ മ്യൂസിക്, വയലാറിൻ്റെ വരികൾ. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, മറ്റേ ഈ മ്യൂസിക് ഡയറക്ടർ അല്ല പുട്ടണ്ണ കനകൽ പറഞ്ഞു, എനിക്ക് ഈ പാട്ട് മാറ്റി വേറെ ആളെ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയുന്നില്ല. അപ്പോൾ LPR റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്നോട് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു, ഇവരിങ്ങനെ ഇത് പറയുന്നുണ്ട്, വേറെ ആളെ കൊണ്ട് പാടിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു പാടിച്ചോളൂ എന്ന് പറഞ്ഞു, കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പക്ഷേ വലിയ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചില്ല വിഷമമൊന്നും. ഞാൻ വീട്ടിൽ പോയി ഇനിയിപ്പോൾ ഈ രംഗം വിട്ട് പോവാം, അതിപ്പോൾ ആരും ചോദിക്കണ്ടല്ലോ, അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു ഇതിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വിട്ട് പോവാം, അത്രയല്ലേ പ്രശ്നമുള്ളൂ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു തങ്ങൾ, അദ്ദേഹം ഇപ്പോൾ ഈ മരിച്ചു പോയി. തങ്ങൾ എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അല്ല എന്താ ഇവിടെ ഡിസ്കഷൻ? അപ്പോഴേക്കും എല്ലാവരും ഡിസ്കസ് ചെയ്തിരിക്കുക, പാട്ട് എന്താ സംഗതി എന്ന് വെച്ചു. അല്ല ഈ പാട്ട് വേറെ അങ്ങനെ തന്നെ പാടി മതി. അപ്പോൾ പറഞ്ഞു അതെന്താ അങ്ങനെ? അല്ലല്ല അത് മതി, ഞാനാ പറയണേ, അതങ്ങനെ ഓക്കെ ചെയ്താൽ ഞാൻ എൻ്റെ ഏറ്റെടുത്തോളാം, ആ പാട്ട് അത് തന്നെ മതി, മാറ്റൊന്നും വേണ്ട പറഞ്ഞു. എൻ്റെ ഭാഗ്യത്തിന് ആ പാട്ടങ്ങനെ മാറ്റാൻ ഇട്ടു. പക്ഷേ ഈ പുട്ടണ്ണ സാറുണ്ടല്ലോ, അന്ന് അങ്ങനെ മാറ്റാൻ പറഞ്ഞില്ലേ, എന്തോ ദൈവത്തിൻ്റെ, എനിക്ക് എന്താ അറിയാൻ പാടില്ല, അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഞാൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ പടത്തിനും പിന്നെ ചേട്ടനോട് അദ്ദേഹം ഡയറക്ട് ചെയ്ത പടങ്ങൾ എല്ലാം. കന്നഡത്തിലെ ഏറ്റവും വളരെ ഫേമസ് രംഗനായി റാണി മന്ദാര പുഷ്പവനി, അതിൽ പാടിയുണ്ട്, കന്നഡ പാട്ട് പാടിയുണ്ട്. മന്ദാര പുഷ്പവനി എന്നൊരു പാട്ടുണ്ട്. കന്നഡത്തില് രാസാത്യം ഉണ്ട്, നമ്മൾ തമിഴിൽ എത്ര പോപ്പുലർ, അതുപോലെ കന്നഡത്തിലെ പോപ്പുലർ. അല്ല ചേട്ടാ, ഈ ഇതൊന്ന് വൈശാഖ പൗർണമി നിലാവിൽ വെള്ളി നിലാവിൻ പാൽക്കടൽ കരയിൽ സങ്കൽപ്പ ഗന്ധർവ നഗരം തീർക്കും സ്വപ്നസഖി, സ്വപ്നസഖി വൈശാഖ പൗർണമി രാവിൽ, ഇങ്ങനെ ഓരോ പാട്ട്. ബാംഗ്ലൂർ ഇപ്പോൾ കന്നഡത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പാട്ട് ഈ തമിഴ് രാസാത്തുനമാര് ഈ പാട്ടാണ് മന്ദാര പുഷ്പവനി. മാത്രം മറ്റതില്ല ഒലവിന ഹൊടുഗുരി, that is also Putana Kanagal's he's a very good director, he used to be a very well known director and നല്ല meaningful cinema. ലാസ്റ്റ് ചെയ്ത പടമാണ് മശനദ ഹൂ, ശ്മശാനം വിളിക്കുന്നു. correct ആ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. ലാസ്റ്റ് ഫിലിമാണ്. പിന്നെ ഫണിയാമയിലെ ബി വി കാരന്തന്റെ പണിയമ്മയിലെ ബി വി കാരന്തന്റെ മ്യൂസിക്കിൽ ചേട്ടൻ പാടി. പലർക്കും അറിഞ്ഞുകൂടാ ചേട്ടൻ ഈ മറ്റ് കന്നഡ ലാംഗ്വേജിൽ ഒരുപാട് പാടിയിട്ടുള്ളത് അല്ലേ? വേറെ സംഭവം പറയാം, ഞങ്ങളിപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ശ്യാമ് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഒരുപാട് പേര് സ്കൂൾ ഓഫ് ഡ്രാമയിൽ, രഞ്ജിത്ത്, ഇവരൊക്കെ ചേട്ടൻ്റെ ഫാൻസാണ്. ഞങ്ങൾ കുറേ പേരുണ്ട് അവിടെ, രഞ്ജി ഉണ്ട്, ഞാനുണ്ട്, പിന്നെ അലക്സ് ഉണ്ട്, ഇവരൊക്കെ ചേട്ടൻ്റെ ഫാൻസാണ്. അപ്പോൾ ഞങ്ങൾ ഈ രാത്രി ക്ലാസ് റൂം തിയേറ്ററിൽ ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങളവിടെ ഇരിക്കും രാത്രി. പിന്നെ പുലർച്ചെ ഒരു 4 മണി വരെ അതിൽ കുറേ പേര് പാടുന്ന ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് പാടിക്കുക. അപ്പോൾ അതിൽ 2 തമിഴന്മാരുണ്ട്. അതിലൊരു തമിഴൻ ഭയങ്കര സിംഗറാണ്. അവൻ പാടുന്നത് ഒന്ന് മറ്റേ ഇതാരാ പാടിയ ഇതില്ലേ, എന്താണ് അമൈദിനാന നദീനിലെ ഓടം, അതും പ്ലസ് പിന്നെ ഈ ചിത്ര ചൊവ്വാനം, പിന്നെ അതുപോലെ തന്നെ രാസാത്തി ഉന്നെ, ദാറ്റ് അതർ വൺ, അല്ലല്ല സോറി, ഒരു വാനവിൽ പോലെ ചിത്ര ചൊവ്വാനം, ഇതൊക്കെ പിന്നെ കിഴക്കേ പോകുമ്പോഴല്ല പാട്ട് മാഞ്ചോലെ കിളിതാനോ, അതൊക്കെയാണ്. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്, നാടക സുഹൃത്തുക്കളാണ്. പ്രകാശിന് ഇഷ്ടമുള്ള പാട്ടാണ് ഈ മാനത്ത് കണ്ണികൾ. അത് താങ്കൾക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ മാനത്ത് കണ്ണികൾ ഒന്ന് നമുക്ക് ഒന്ന് നോക്കാം. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂമോടും കുറുനിരകൾ, കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു, കാറ്റിനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ കാമുക ഹൃദയത്തിലൊളിച്ചു ഒളിച്ചു. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ
മനോരമേ നിൻ നയനങ്ങൾ നയനങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഈ വയലാറിൻ്റെ കവിത, ദേവരായ മാഷ സംഗീതം, അതാണ് ജയേട്ടൻ്റെ മിക്കവാറും. അതുപോലെ MSVയുടെ സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻ രൂപം. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. പൂർണ്ണ അമ്പലത്തിൽ അത് രാഘവ മാഷേ. നീലമല പൂങ്കുയിലെ എത്രയോ എത്രയോ. MSVയുടെ തന്നെ ലങ്കാദാനത്തിലും വരാൻ നല്ല പാട്ട്. തിരുവാഭരണം ചാർത്തി വിടുന്നു, പഞ്ചവടിയിലെ തിരുവാഭരണം ചാർത്തി വിടുന്നു പാടാൻ. അത് നക്ഷത്രമാണ് ചേട്ടൻ്റെ. ചേട്ടൻ്റെ നാളും കൂടിയാണ്. ഓ ശരി. തിരുവാതിര. നിങ്ങളുടെ നാളതാ? ഓ അതെ. എന്നാ നമുക്ക് കൂട്ടാം. തിരുവാഭരണം ചാർത്തി വിടുന്നു പാടാം അല്ലേ? തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. ധനുമാസത്തിൻ ശിശിരക്കുളിരിൽ തളിരുകൾ മുട്ടിയുരുമ്മുമ്പോൾ, തളിരുകൾ മുട്ടിയുരുമ്മുമ്പോൾ, മധുര മനോഹര മാധവലഹരിയിൽ മുഴുകാൻ ലതികകൾ വെമ്പുമ്പോൾ, തളിരണിയട്ടെ നിൻമലരടികൾ, കളണിയട്ടെ നിൻവനികൾ. ലാ 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 ലാ. തിരുവാഭരണം. ഞാൻ പുതിയ ഫിലിം ചെയ്ത സമയത്ത്, പോലീസ് ചെയ്ത സമയത്ത്, അതിൽ ഒരു പാട്ട് ജയേട്ടനും ഒരു പാട്ട് വേണുവിനൊന്നും ഞങ്ങൾ ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ട് 2 പാട്ടാണ് ആ പടത്തിലുള്ളത്. പാട്ട് പാടി വന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ചെറിയ ഗായകർ, പുതിയ ഗായകർ, ഒരാളൊരു സൗണ്ട് എഞ്ചിനീയറാണ്, ഒരാളൊരു ചെറിയ പയ്യൻ. ഇവർ രണ്ടാളും ഈ പാട്ട് പാടി വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പാട്ട് പുതിയ പിള്ളേരാണ്, പുതിയ കുട്ടികൾ, അവർ വെറുതെ ട്രാക്ക് പാടിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇവരുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ പാട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവരെ നിരാശപ്പെടുത്തണം തോന്നിയില്ല. കാരണം ദേ സങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ആ കാണാനിൽ എന്നുള്ള പാട്ടും മറ്റേ നിന്നിൽ നിഴലായി 2 പാട്ടും. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട് സംഭവം, ദേ ഹാവ് സങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി, നോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് യുനോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, അത് അവർ പാടി വരട്ടെ, ദേ ഷുഡ് ലെറ്റ് ദം സിംഗ് എന്ന് പറഞ്ഞു. അത് ദാറ്റ് ഇസ് ഐ തിങ്ക് ദാറ്റ് ഇസ് ദി ന്യൂ എൻകറേജിങ് ഫോർ ന്യൂ ടാലൻറ്റ്. വേറൊരു സിംഗർ അത് പറയാൻ സാധ്യത കുറവാണ്. വളരെ കൂളായിട്ട് പറഞ്ഞില്ല, അത് അവർ പാടട്ടെ. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ്, ഒരുപാട് സിംഗേഴ്സുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ പലപ്പോഴും ചെയ്യുമ്പോൾ അവരൊക്കെ പറയുന്നത് പലരുടെയും തുടക്കം ജയേട്ടനിലൂടെയാണ്. ജോൺസൺ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ആദ്യം ട്യൂൺ ചെയ്യുന്ന ഇണയത്തേടി, അത് പാടുന്ന ചേട്ടനാണ്. ചിത്ര എന്ന് പറഞ്ഞ ഗായിക ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്ന ചേട്ടൻ്റെ കൂടെയാണ്. ശരദിന്ദു മലർദീപ നാളം വെട്ടി. അതുപോലെ പലരും പറയണ്ട, അതെ പലരും പറയാറുണ്ട്. ഈ അതുകൊണ്ട് തന്നെ ഒരു മറ്റുള്ളവർക്ക് ഒരു തുടങ്ങാനുള്ള ഒരു കാരണക്കാരനാവുക എന്നതും. സുകുമാരന്റെ ഫസ്റ്റ് സോങ്, പൃഥ്വിയുടെ ഫസ്റ്റ് സോങ്, ഇന്ദ്രന്റെ ഫസ്റ്റ് സോങ്. ഈ സുകുമാരൻ എന്ന് പറഞ്ഞ നടന്റെ കാട്ടുകുറുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്, അത് അതുപോലെ ഈ പൃഥ്വിയുടെ ആരും കല്ലോലിനി പാടുന്നു. അതുപോലെ ഈ ഇന്ദ്രജിത്തിന്റെ നേരത്തെ അദ്ദേഹം പറഞ്ഞ ആല്ലത്താലി, സ്ക്രീനിൽ ഇവർ ചുണ്ടാനൊക്കെ ചേട്ടന്റെ നീ മണിമുകലാടകൾ ഇയാളുടെ മറ്റേ പൃഥ്വിയുടെ അല്ല, ആരുമല്ല, നീ മണിമുകലാണ് ആദ്യം പാടുന്നത്. അപ്പോൾ ഈ സായാഹ്നം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ജയേട്ടൻ മദ്രാസിൽ നിന്ന് നിരന്തരം വിളിക്കുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ.
അപ്പോൾ ഈ ഫോണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വൈഫ് പറയും അത് ജേട്ടനായിരിക്കും. കറക്റ്റാണ്. ജേട്ടൻ വിളിച്ചു ചോദിക്കാൻ എന്നോട് എന്താ അറിയും, ഏറ്റവും ഇഷ്ടപ്പെട്ട ജേട്ടന് ഇഷ്ടപ്പെട്ട ഋതുവാണ് മഴ. മഴ വലിയ ഇഷ്ടമാണ്, പക്ഷെ മദ്രാസിലാണെങ്കിൽ മഴയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് മഴയുണ്ട് അവിടെ. അപ്പോൾ ഞാൻ മഴ ചേട്ടാ മഴ തകർത്ത് എന്ത് കഷ്ടം ഇവിടെ ചുട്ടിട്ടിരിക്കാൻ വയ്യാന്നേ. അത് അപ്പോൾ ഞാൻ പറയും മഴ ഇനിയിപ്പോൾ പെട്ടെന്ന് നിൽക്കുന്ന തോന്നുന്നു, എനിക്ക് തോന്നുന്നു മഴ നിൽക്കുന്ന പരിപാടി. ഞാൻ പറയും ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നിൽക്കും. എന്താ സുഖമല്ലേ മഴ, നമുക്കൊരു ദിവസം വന്നിട്ട് കുറേ നേരം ആ മഴ കണ്ടെങ്ങനെ ഇരിക്കാം. ചിലപ്പോൾ റെക്കോർഡിങ്ങിന് പോകാതിരിക്കാം. എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് ഉച്ചയ്ക്കൊക്കെ സ്റ്റുഡിയോ ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ ചേട്ടൻ പറയും ഇവിടെ നല്ല മഴയാണ്, ഞാൻ എങ്ങനെ വരിക. ചേട്ടൻ മഴയത്തൊന്നല്ല പോകേണ്ടത്, കാറിലാണ്. മഴ കഴിഞ്ഞിട്ട് വരാം, ഒരു 4:30 വിളിക്കൂ. അങ്ങനെ പലപ്പോഴും ഈ പ്രകൃതിയോട്, ഈ മഴയോട്, അതുപോലെ നിലാവിനോട് ഭയങ്കര പ്രണയമാണ്. നിലാവിനോട് ഭാരതപ്പുഴയുടെ നിലാവ് കണ്ടിട്ട് ഞങ്ങൾ രാത്രി ഇങ്ങനെ നിലാവും മണലൊക്കെ ഒരേ കളറാണെന്നൊക്കെ ചേട്ടനൊരു കാവ്യഭാവനയൊക്കെ ഒരു സമയത്ത്. റംസാനിലെ ചന്ദ്രികയോ? റംസാനിലെ ചന്ദ്രിക ഒന്ന് പല്ലവി പാടാം അല്ലേ നമുക്ക്? റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആര് നീ ആര് നീ ആര് നീ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആര് നീ ആര് നീ ആര് നീ. റംസാനിലെ ചന്ദ്രികയോ. 8000-ലധികം പാട്ടുകൾ പാടി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ശ്രീ ജയചന്ദ്രൻ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സമാഗമം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. പണ്ടത്തെ പോലെ നീ കിന്നാരം ചൊല്ലിയാൽ കണ്ടവരെല്ലാം കളി പറയും. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. തളിരൊരു പൂവായ കാലം. മോതിര കൈ വിരൽ കോർത്തു പിടിച്ചു ഞാൻ പൂമുല്ല കീഴിലിരുത്തി. മോതിര കൈ വിരൽ കോർത്തു പിടിച്ചു ഞാൻ പൂമുല്ല കീഴിലിരുത്തി. കാതിൽ കഥകൾ ചൊല്ലുന്ന ഭാവത്തിൽ പൂമുത്തമെത്രയോ നൽകി. ഓർമ്മയില്ലേ നിനക്കോർമ്മയില്ലേ ഓർത്തു നീ കോരിത്തരിക്കാറില്ലേ. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. തളിരൊരു പൂവായ കാലം. താഴത്ത് കാവിലെ താലപ്പൊലി കാണാൻ താനേ നീ കോവിലിൽ നിൽക്കേ. താഴത്ത് കാവിലെ താലപ്പൊലി കാണാൻ താനേ നീ കോവിലിൽ നിൽക്കേ. മേളം മുറുകുന്ന നേരത്തു ഞാൻ വന്നി മേനിയിൽ നുള്ളത്ര നൽകി. ഓർമ്മയില്ലേ നിനക്കോർമ്മയില്ലേ ഓർത്തു നീ കോരിത്തരിക്കാറില്ലേ. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. പണ്ടത്തെ പോലെ നീ കിന്നാരം ചൊല്ലിയാൽ കണ്ടവരെല്ലാം കളി പറയും. തളിരൊരു പൂവായ കാലം.